السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد നമ്മുടെ നെഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ നമ്മൾ നടത്തി. ഇന്ന് ഇൻഷാ അല്ലാഹ് ഇൽമു സർഫുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ്. അൽ മുജറദു വൽ മസീദു ഫീഹി. ഇൽമു സർഫിൽ നമുക്കറിയാം ഓരോ ഫിഅലുകളുടെയും വ്യത്യസ്തമായ രൂപങ്ങൾ, ആ രൂപങ്ങളെ നമുക്ക് ഉദ്ദേശിക്കുന്ന അർത്ഥം ലഭിക്കാൻ വേണ്ടി വ്യത്യസ്തമായ രൂപങ്ങളിലേക്ക് മാറ്റം വരുത്തുന്നതും ഒക്കെയാണ് ഇൽമു സർഫിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇൽമു സർഫിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മുജറദ് മസീദ് ഫീഹി എന്ന ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. മൊത്തം ഫിഅലുകൾ, അറബിയിലെ മൊത്തം ഫിഅലുകൾ ഒന്നുകിൽ അത് സുലാസി ആയിരിക്കും, അല്ലെങ്കിൽ റുബായി ആയിരിക്കും. എന്താണെന്ന് പറയാം. സുലാസി എന്ന് പറഞ്ഞാൽ അസ്ലിയായ 3 അക്ഷരങ്ങളുള്ള ഫിഅലുകൾക്കാണ് സുലാസി എന്ന് പറയാം. റുബായി എന്ന് പറഞ്ഞാൽ അസ്ലിയായ അടിസ്ഥാനപരമായ 4 അക്ഷരങ്ങളുള്ള ഫീലിനാണ് റുബായി എന്ന് പറയാം. ഇത് അസ്ലിയായ അക്ഷരങ്ങളിൽ തന്നെ ചുരുങ്ങി നിൽക്കുമ്പോൾ അതിന് മുജറദ് എന്നും, ഈ അടിസ്ഥാന അക്ഷരങ്ങൾക്ക് പുറമെ മറ്റ് ചില അക്ഷരങ്ങൾ കൂടി അതിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ, ആ ഫീലുകളിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിന് മസീദ് ഫീഹി എന്നും പറയും. ചുരുക്കി പറഞ്ഞാൽ അറബി ഭാഷയിലെ എല്ലാ ഫീലുകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അന്നൽ അഫ്ആല, തീർച്ചയായും ഫിഅലുകൾ, മിൻ ഹൈസുൽ ലഫ്ദു നൗആനി, അതിൻ്റെ ആ പദം പരിഗണിച്ച് 2 ഇനങ്ങളാക്കി തിരിക്കാൻ പറ്റും. ഒന്ന് സുലാസിയാണ്, മറ്റൊന്ന് റുബായിയാണ്. സുലാസി എന്ന് പറഞ്ഞാൽ മാ കാന മാലിഹി അലാ സലാസത്തി അഹ്റുഫിൻ അസ്ലിയ. സുലാസിയാകുന്നത് മാ ഒരു ഫിഅലാണ്, കാന മാലിഹി അതിൻ്റെ മാലി ആയിരിക്കുന്നു, അലാ സലാസത്തി അഹ്റുഫിൻ 3 അക്ഷരങ്ങൾക്ക് മേൽ നിർമ്മിക്കപ്പെട്ടതായിരിക്കുന്നു. അസ്ലിയ അടിസ്ഥാനപരമായ 3 അക്ഷരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഫിഅൽ. ഉദാഹരണത്തിന് നസറ, കതബ. നസറയിൽ എത്ര അക്ഷരമുള്ളത്? 3 അക്ഷരങ്ങളാണ്. നൂന്, സ്വാദ്, റാ. 3ൽ കുറഞ്ഞ അക്ഷരങ്ങളെ കൊണ്ട് ഫിഅൽ ഒരിക്കലും ഉണ്ടാവില്ല. ഏറ്റവും ചുരുങ്ങിയത് 3 അക്ഷരങ്ങളുണ്ട്. അതുപോലെ കതബ. ഇങ്ങനെ അസ്ലിയായ 3 അക്ഷരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഫിഅലിനാണ് സുലാസി എന്ന് പറയാം. സലാസത്ത് എന്ന് പറഞ്ഞാൽ 3 ആണ്, അതിന് പോകുന്നതാണ് സുലാസി. ഇനി അർബഅത്ത് എന്ന് പറഞ്ഞാൽ 4 ആണ്, അതിന് പോകുന്നതാണ് റുബായി. റുബായി എന്ന് പറഞ്ഞാൽ മാക്കാന മാലിഹി അല അർബഅത്തി അഹ്റുഫിൻ അസ്ലിയ. മാലിയായ ഫീല് അസ്ലിയായ 4 അക്ഷരങ്ങളുള്ള ഫീലാണെങ്കിൽ ഇതിനാണ് റുബായിയായ ഫീൽ എന്ന് പറയാം. ഉദാഹരണത്തിന് അർഖബ, ബഅസറ എന്നൊക്കെയുള്ള ഫീല് പോലെ. അതിലൊക്കെ 4 അക്ഷരങ്ങളുണ്ട്. ആ 4 അക്ഷരങ്ങളും അസ്ലിയായ അക്ഷരങ്ങളാണ്. ഇനി ഇതൊക്കെ അസ്ലിയായ അക്ഷരങ്ങൾ ചുരുങ്ങി നിൽക്കുകയാണെങ്കിൽ, ഇപ്പം നസ്റയിലും കത്തബയിലൊക്കെ അസ്ലിയായ അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. അർഖബ, ബഅസറ അതിലൊക്കെ അസ്ലിയായ അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അസ്ലിയായ അക്ഷരങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ അതാണ് മുജറദ് എന്ന് പറയുക. അല്ല, അതിലേക്ക് സായിദിയായ മറ്റ് അക്ഷരങ്ങൾ കൂടി കൂടുകയാണെങ്കിൽ അതിന് മസീദ് ഫീഹി എന്നും പറയും. അതാണ് വകുല്ലു വാഹിദ് മിൻഹുമ. ഈ സുലാസി, റുബായി ഇവയിൽപ്പെട്ട ഓരോന്നും ഇമ്മാ മുജറദുൻ, ഒന്നുകിൽ അവ മുജറദായിരിക്കും, അവ മസീദു ഫീഹി, അല്ലെങ്കിൽ അത് മസീദുൻ ഫീഹി ആയിരിക്കും. മുജറദിന് ഉദാഹരണം നോക്കൂ. ഉദാഹരണത്തിന് കറുമ, ദഹ്റജ ഇതൊക്കെ മുജറദിന് ഉദാഹരണമാണ്. നേരത്തെ പറഞ്ഞ നസറ, കതബ ഒക്കെയും റുബായി മുജറദിന് ഉദാഹരണം തന്നെയാണ് കേട്ടോ. ഇനി മസീദു ഫീഹി, അതിനുദാഹരണം
അക്രമ തദഹറജ. കാരണം കറുമ എന്നുള്ളത് മുജറദായിരുന്നു, തൊട്ട് മുമ്പ് പറഞ്ഞ കറുമ. അതിൽ അസ്ലിയ അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലേക്ക് ഒരു ഹംസ കൂടി അധികരിച്ച് അക്രമ എന്നാകുമ്പോൾ അത് മസീദ് ഫീ ആകുന്നു. അസ്ലിയായ കാഫ് റാ മീമിന് പുറമെ ഒരു ഹംസ കൂടി ചേർത്ത് കൊടുത്ത് അക്രമ എന്ന ഫീലാകുമ്പോൾ അത് മസീദ് ഫീ ആണ്. അതിൽ സായിദിയായ ഹർഫ് അതിലുണ്ട്. അതുപോലെ തദഹ്റജ എന്ന് പറയുമ്പോൾ ദഹ്റജ എന്ന ആ ഫീലിലേക്ക് ഒരു ത കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് തദഹ്റജ എന്ന ഒരു മാദിയായ ഫീലിനുണ്ടാക്കുമ്പോൾ അവിടെ അസ്ലിയായ അക്ഷരങ്ങൾക്ക് പുറമെ ഒരു സായിദിയായ അക്ഷരം കൂടി കൂടുതലുണ്ടാകുന്നു. ഇതിനാണ് മസീദ് ഫീഹി എന്ന് പറയാം. അപ്പോൾ സുലാസി എന്താണെന്ന് മനസ്സിലായി, റുബായി എന്താണെന്ന് മനസ്സിലായി. ഈ സുലാസിയും റുബായിലും മുജറദും ഉണ്ടാകും, മസീദ് ഫീഹിയും ഉണ്ടാകും. അക്രമ എന്നുള്ളത് സുലാസി മസീദിന് ഉദാഹരണമാണ്. അതിൽ അസ്ലിയായ 3 അക്ഷരങ്ങളാണ്, പുറമെ ഒരു സായിദിയ അക്ഷരം. അതുപോലെ തദഹ്റജ എന്നുള്ളത് റുബായി മസീദിന് ഉദാഹരണമാണ്. അസ്ലിയായ 4 അക്ഷരങ്ങളുണ്ട്, പുറമെ സായിദിയായ ഒരു അക്ഷരം. ഇനി നമുക്ക് ഓരോന്നും പറയാം. അപ്പോൾ സുലാസി മുജറദ് ഉണ്ട്, സുലാസി മസീദ് ഉണ്ട്, റുബായി മുജറദ് ഉണ്ട്, റുബായി മസീദ് ഉണ്ട്. ഇങ്ങനെ 4 തരം ഫീലുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഓരോ വിഭാഗത്തിലും പെട്ട ഫീലുകൾ, അതിനടിസ്ഥാനമായ വസനുകളൊക്കെയാണ് ഇനി ചർച്ച. ഒന്ന് അസുലാസിയിൽ മുജറദാണ്. സുലാസി മുജറദ്. സുലാസി നമുക്കറിയാം അസ്ലിയായ 3 അക്ഷരമുള്ളതാണ്. മുജറദ് എന്നാലോ സായിദിയായ അക്ഷരങ്ങളൊന്നുമില്ലാത്തത്. അതായത് അസ്ലിയായ 3 അക്ഷരങ്ങൾ മാത്രമുള്ള ഫീല് എന്ന് ചുരുക്കി പറയാം സുലാസി മുജറദിനെ. ഈ സുലാസി മുജറദ് അമ്മ സുലാസിയിൽ മുജറദു ഹുവ ഖിസ്മാനി, അത് 2 ഇനങ്ങളാണ് സുലാസി മുജറദ്. മുത്തരിദുണ്ട്, ഷാദുണ്ട്. മുത്തരിദ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വരുന്ന ഫീലുകൾക്കാണ്, വസനുകൾക്കാണ് മുത്തരിദ് എന്ന് പറയാം. അപൂർവമായിട്ട് വരുന്നതിന് ഷാദ് എന്ന് പറയും. ഇതിൽ വളരെ കൂടുതലായിട്ട് വരുന്ന ഫീലുകൾക്ക് മുത്തരിദ് എന്ന് പറയും. ആ മുത്തരിദ് 5 വസനുകളാണുള്ളത്. ഒന്ന് ഫഅല യഫ്ഉലു, അതുപോലെ ഫഅല യഫ്ഇലു, ഫഅല യഫ്അലു, ഫഇല യഫ്ഉ. ഷാദ് എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് വരുന്ന, വളരെ വിരളമായിട്ട് വരുന്ന ഫീലുകൾ. ഷാദിനെ കുറിച്ച്, ഷാദായ വസനുകൾ പറയുമ്പോൾ ആ വസനിൽ ഉദാഹരണങ്ങൾ നമ്മൾ തപ്പി നോക്കുകയാണെങ്കിൽ, ഡിക്ഷണറി മൊത്തം തപ്പി നോക്കുകയാണെങ്കിൽ നമുക്ക് ആകെ 4-5 കിട്ടും, അത്രേ ഉള്ളൂ. അതേപോലെ മുത്തരിദ് അങ്ങനെയല്ല, അതിൻ്റെ ഉദാഹരണങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഫഅല യഫ്ഉലു വസനിൽ നസറ യൻസുറു, കതബ യക്തുബു പോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് മുത്തരിദാണ്. അതേസമയം ഇനി അടുത്ത് 5 പറഞ്ഞതിന് ശേഷം ഷാദ് വരാൻ പോകുന്നുണ്ട്. ഈ ഷാദായ വസനുകൾ, ഇതിൻ്റെ ഈ ഫഅല യഫ്അലു അല്ലെങ്കിൽ ഫഇല യഫ്ഇലു, ഈ വസനിലൊക്കെ ഫീല് വരുന്നത് ഡിക്ഷണറി മൊത്തം തപ്പി നോക്കിയാലും ആകെ വിരലെണ്ണാവുന്ന വളരെ കുറച്ച് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വസനുകൾ ഉണ്ട്, പക്ഷേ അതിൽ ആ വസനിൽ വരുന്ന ഫീലുകളുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ടാണ് അതിന് ഷാദ് എന്ന് പറയാം. ഇപ്പോൾ ഹസിബ യഹ്സിബു പോലെ മറ്റൊരു ഫീല് കണ്ടെത്താന്നുള്ളത് വളരെ വിരളാണ്, വളരെ കുറവായിരിക്കും ആ വസനിൽ. അതുകൊണ്ട് അതിന് ഷാദ് എന്ന് പറയും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് മുത്തരിദായ വളരെ കൂടുതലായിട്ട് വരുന്ന 5 വസനുകളാണ്. ഒന്ന് ഫഅല യഫ്ഉലു എന്നുള്ളത് കേട്ടോ, ഒന്നാമത്തെ ഫഅല യഫ്ഉലു. അതിന് ഉദാഹരണം നസറ യൻസുറു, കതബ യക്തുബു പോലെ. ഇനി മറ്റൊന്നാണ് ഫഅല യഫ്ഇലു വസന്, മാദി ഫഅല വസനിലും മുദാരി യഫ്ഇലു വസനിലും വരുന്നത്. ഉദാഹരണം നോക്കൂ, ലറബ യദ്രിബു. ഇനി മൂന്നാമത്തത് ഫഅല യഫ്അലു. ഈ ഫഅല യഫ്അലു എന്നുള്ളത് ഷാദിലും വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഷാദിൽ ഒന്നാമത്തേതായിട്ട് നമ്മൾ എണ്ണാൻ പോണത് ഈ ഫഅല യഫ്അലു തന്നെയാണ്. കണ്ടോ, ഫഅല യഫ്അലു തന്നെയാണ് എണ്ണാൻ പോണത്. ഈ ഫഅല യഫ്അലു ഷാദായിട്ടും മുത്തരിദായിട്ടും വരുന്നുണ്ടെന്ന് അർത്ഥം. എപ്പോഴാണ് ഷാദാവുക, എപ്പോഴാണ് മുത്തരിദാവുക? മുത്തരിദാവൽ എപ്പോഴാണെന്ന് അറിയോ? ഇദാ കാന ഐനുഹു ഔ ലാമുഹു ഹർഫ മിൻ ഹുറൂഫിൽ ഹൽഖ്. അതിൻ്റെ ഐനോ അല്ലെങ്കിൽ ലാമോ ഹൽക്കിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട, ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ 6 എണ്ണമാണ്. ഹുറൂഫു ഹൽക്കിൻ സിത്തത്തുൻ ഹംസും വഹ ഐനും വഹഉൻ സുമ്മ ഗൈനുൻ സുമ്മ ഖ. ഇങ്ങനെ 6 അക്ഷരങ്ങൾ. ഈ 6 അക്ഷരങ്ങൾ ഐൻ ഫീലോ ലാം ഫീലോ ആയിട്ട് വന്നാൽ, ഐൻ ഫീൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അക്ഷരം കേട്ടോ, ഫീലിലെ രണ്ടാമത്തെ അക്ഷരത്തിന് ഐൻ ഫീൽ എന്ന് പറയും, മൂന്നാമത്തെ അക്ഷരത്തിന് ലാം ഫീൽ എന്ന് പറയും.
ഏതാണ്ട് ഐൻ ഫീലോ ലാം ഫീലോ ഹൽക്കിൻ്റെ അക്ഷരത്തിൽപ്പെട്ട ഒരക്ഷരമായിട്ട് വരികയാണെങ്കിൽ ഈ ഫഅല യഫ്അലു വസ്ന് മുത്തരിദായിരിക്കും. ഉദാഹരണത്തിന് ഖതഅ യഖ്തഉ, ഫതഹ യഫ്തഹു, ത്വലഅ യത്ലഉ, സഅല യസ്അലു, ഖറഅ യഖ്റഉ. ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. അവിടെ നമുക്ക് ഒന്നുകിൽ ഐൻ ഫീൽ അല്ലെങ്കിൽ ലാം ഫീൽ, ഇത് ഹൽക്കിൻ്റെ അക്ഷരത്തിൽപ്പെട്ട ഒരു അക്ഷരമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഐൻ ഫീലോ ലാം ഫീലോ ഹൽക്കിൻ്റെ അക്ഷരത്തിൽപ്പെട്ട ഒരു അക്ഷരമായിട്ട് വരുമ്പോൾ ഈ ഫഅല യഫ്അലു വസ്ന് അത് മുത്തരിദാണ്. ധാരാളം ഉദാഹരണങ്ങളിൽ കാണാൻ കഴിയും. ഇനി അടുത്താണ് ഫഇല യഫ്അലു, ഫഅലിമ യഅലമു പോലെ, ഫരിഹ യഫ്റഹു പോലെ. മാളി ഫഇല വസ്നും മുളാരി യഫ്അലു വസ്നിലും. ഇനി മറ്റൊന്നാണ് ഫഉല യഫ്ഉലു, കറുമ യക്കുറുമു പോലെ, ഹസുന യഹസുനു പോലെ. ഇങ്ങനെ ഉള്ള ഫീലുകൾ. അപ്പോൾ ഈ 5 വസ്നുകളാണ്, ഈ 5 ഫീലുകളാണ് മുത്തരിദായിട്ട് വരുന്നത്, സുലാത്തി മുജറദിലെ മുത്തരിദായിട്ട് വരുന്നത്. ഇനി വളരെ വിരളമായിട്ട് വരുന്ന അല്പം ചില വസ്നുകളാണ് ഷാദുകൾ. അവ 4 എണ്ണമുണ്ട് സുലാത്തി മുജറദിൽ. ഏതൊക്കെയാണ്? ഒന്ന് ഫഅല യഫ്അലു ആണ്. എപ്പോഴാണ് ഫഅല യഫ്അലു ഷാദായിട്ട് വരുന്നത്? ഇദാ ലം യകുൻ ഐനുഹു ഔ ലാമുഹു ഹർഫ മിൻ ഹുറൂഫിൽ ഹൽഖ്. അതിൻ്റെ ഐൻ ഫീലോ അല്ലെങ്കിൽ ലാം ഫീൽ, രണ്ടാമത്തെയോ മൂന്നാമത്തെ അക്ഷരം ഹൽക്കിൻ്റെ അക്ഷരത്തിൽപ്പെട്ട ഒരു അക്ഷരം അല്ലാതെ വരുമ്പോൾ അത് ഷാദായിരിക്കും. ഉദാഹരണത്തിന് അബായ ഇബ. അബായ ഇബ എന്നുള്ളത് ഫഅല യഫ്അലു വസ്നാണ്. അബാ യഇബ, അബയ യഇബയു എന്ന അസ്ലുണ്ടാവാം. ഫഅല യഫ്അലു വസ്നാണ്. അവിടെ നോക്കൂ, ഐൻ ഫീൽ ബ ആണ്, ലാം ഫീൽ പിന്നെ ഇല്ലത്തിൻ്റെ അക്ഷരമാണ്. ഇതൊന്നും എന്തല്ല, ഹൽക്കിൻ്റെ അക്ഷരമല്ല. അപ്പോൾ ഇങ്ങനെ ഹൽക്കിൻ്റെ അക്ഷരമായിട്ട് ഐൻ ഫീലോ ലാം ഫീലോ ഹൽക്കിൻ്റെ അക്ഷരമാവാതെ ഈ ഫഅല യഫ്അലു വസ്നിൽ ഒരു ഫീൽ വരാമെന്ന് പറഞ്ഞാൽ അത് വളരെ ഷാദാണ്, അപൂർവമായിട്ടുണ്ടാവുള്ളൂ. ഈ അബായ ഇബ പോലെ മറ്റൊരു ഫീൽ ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞോളം തന്നെ ഇല്ല. രണ്ടാമത്താണ് ഫഇല യഫ്ഉലു. ഇപ്പോൾ ഹസീബ യഹ്സിബു, മാദിയിലും മുളാരിയിലും ഈ ഐൻ ഫീലിന് കസ്റുണ്ട്. ഹസീബ യഹ്സിബു പോലുള്ള ഫീല് അത് വളരെ അപൂർവമായിട്ട് വരുന്ന ഒരു വസ്നാണ്. മറ്റൊന്ന് ഫഇല യഫ്ഉലു, ഫളില യഫ്ളുലു പോലെ. മറ്റൊന്ന് ഫഉല യഫ്അലു, കാദ യക്കാദു പോലെ. കാദ എന്നതിൻ്റെ അസല് കാവൂദ എന്നാട്ടോ. കാവൂദ യക്വദു, കാവൂദ യക്വദു, കാവൂദ യക്വദു. ഈ കവൂദയാണ് കാദയായിട്ട് മാറുന്നത്, പിന്നെ യക്വദു ആണ് യക്കാദുമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ 4 വസനുകൾ ഷാദാണ്. നേരത്തെ പറഞ്ഞ 5 വസനുകൾ അത് മുത്തരിദും ആണ്. ഈ കാദ കവൂദ എങ്ങനെയാണ് കാദ എന്നാവുക? കവൂദ എന്ന് പറയുമ്പോൾ ഇത് കാദിൻ്റെ അസിൽ നിന്നാണ് കവൂദ. ഇവിടെ വാവ് മുത്തഹരിക്കാണ് അല്ലേ? കവൂദ എന്ന് പറയുമ്പോൾ വാവ് മുത്തഹരിക്കാണ്, വാവിന് ഹറക്കത്തുണ്ട്. ഇങ്ങനെ വാവ് മുത്തഹരിക്കാണ്, വാവിന് തൊട്ട് മുമ്പുള്ള കാഫിന് ഫത്തഹുമാണ്. ഇങ്ങനെ വാവ് മുത്തഹരിക്കും അത് തൊട്ട് മുമ്പുള്ള അക്ഷരം മഫ്തൂഹുമാണെങ്കിൽ ഈ വാവിനെ മറിച്ച് അലിഫാക്കി മറിക്കണം എന്നാണ് സൊറഫിൻ്റെ നിയമം. അങ്ങനെയാണ് കവൂദ എന്നുള്ളത് കാദ എന്നായി മാറുന്നത്. ഓക്കെ. അതേപോലെ യക്വദു എന്നുള്ളത് യക്കാദു എന്നായി മാറുന്നത് എങ്ങനെയാണ്? ഇവിടെ യക്വദു എന്നുള്ളതിൽ വാവിന് ഹറക്കത്തുണ്ട്, ഫത്തഹുണ്ട്. വാവിനെ മറിച്ച് അലിഫാക്കണമെന്ന് പറയുമ്പോഴേ ആ വാവിന്റെ മുകളിൽ കിടക്കുന്ന ലമ്മ് അതെന്ത് ചെയ്യും? അലിഫാക്കി മറിക്കുമ്പോൾ പിന്നെ ആ ഹറക്കത്ത് പോകും. ആ വാവിനെ മറിച്ച് അലിഫാക്കി മറിക്കുമ്പോഴേ അവന് ഹറക്കത്ത് പോകും. ആ ലമ്മ് പിന്നെ പോകും. ലമ്മ് അവിടെ ഉണ്ടാവില്ല പിന്നെ, കാരണം അലിഫിന് ഹറക്കത്തൊന്നും ഉണ്ടാവില്ലല്ലോ. ആ ഹറക്കത്ത് അവിടെ നിന്ന് കളയപ്പെടും. ഇല്ല, ഫത്തൊന്നുമില്ല, ഹർക്കത്തൊന്നുമില്ല. കാദ എന്ന് പറയുമ്പോൾ ഹർക്കത്തൊന്നുമില്ല. കാദ എന്ന് പറയുമ്പോൾ നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫ്, ആ അലിഫിന് വേറെ ഹർക്കത്തില്ലല്ലോ. ഒരു ഹർക്കത്തിനെയും വഹിക്കാത്തൊരു അക്ഷരമാണ് അലിഫ്. കാദ എന്ന് പറയുമ്പോൾ കവുദ എന്നായിരുന്നു അസ്ലി. ഇത് വാവിനെ മറിച്ച് അലിഫാക്കി, ആ അലിഫിന് ഹർക്കത്ത് ഉണ്ടാവില്ല. വാവിൻ്റെ ഹർക്കത്തിനൊക്കെ കളഞ്ഞോളി. വാവിൻ്റെ ഹർക്കത്തിനെ കളഞ്ഞതിന് ശേഷം വാവിനെ മറിച്ച് അലിഫാക്കി. അലിഫിൽ ഹർക്കത്ത് ഉണ്ടാവില്ല. ഒരു ഹർക്കത്തിനെയും വഹിക്കാത്തൊരു അക്ഷരമാണ് അലിഫ്. ഫത്തഹും ഉണ്ടാവില്ല, കസറും ഉണ്ടാവില്ല, ദമ്മും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല അലിഫിൽ. പിന്നെ ഹംസയിലുണ്ടാവും. ഇപ്പോൾ അബായ ഇബാന്നൊക്കെ ഹംസയാണ് തുടക്കത്തിൽ. ഹംസക്ക് ഹർക്കത്തുകൾ ഉണ്ടാവും, അലിഫിന് ഹർക്കത്തുകളൊന്നും ഉണ്ടാവില്ല.
യക്വദു എങ്ങനെയാണ് യക്കാദുമായി മാറുന്നത്? യക്വദുവിൽ വാവിന് ഹർക്കത്തുണ്ട് അല്ലേ, ഒരു ഫത്തഹ ഉണ്ട്. തൊട്ട് മുമ്പുള്ള അക്ഷരം സുക്കൂണുള്ള അക്ഷരമാണ്. വാവും യാ ഒക്കെ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളാണല്ലോ. ഈ ഇല്ലത്തിൻ്റെ അക്ഷരമാകുന്ന വാവിന് ഹർക്കത്തുണ്ട്. തൊട്ട് മുമ്പുള്ള നല്ല ഇല്ലത്തൊന്നുമില്ലാത്ത സ്വയ്യായ അക്ഷരത്തിന് ഹർക്കത്തില്ല, സുക്കൂനാണ് അതിനും. അങ്ങനെ വരുമ്പോൾ ഈ ഹർക്കത്തിന്, ഈ വാവിൻ്റെ ഹർക്കത്തിന് മുമ്പുള്ള അക്ഷരത്തിലേക്ക് നീക്കം ചെയ്യണം എന്നാണ് നിയമം. അപ്പോൾ ഇവിടെ എന്തായി മാറും? യക്ക വുദു എന്നായി മാറും. ആ ഹർക്കത്തിന് മുമ്പിലേക്ക് നീക്കുമ്പോൾ യക്ക വുദു എന്നായിട്ട് മാറും. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ നിയമം നമുക്കിവിടെ പറയാൻ പറ്റും. വാവ് മുത്തഹരിക്ക്, വാവ് ഹർക്കത്തുള്ളതാണ്. വാവ് ഹർക്കത്തുള്ള വെച്ചാൽ തൊട്ട് മുമ്പുള്ള അവസ്ഥ പരിഗണിച്ചുകൊണ്ട് കേട്ടോ. ഇപ്പോൾ വാവിൻ്റെ ഹർക്കത്തിന് മുമ്പിലേക്ക് നീക്കം ചെയ്താൽ പിന്നെ വാവിന് ഹർക്കത്തില്ല. പക്ഷേ തൊട്ട് മുമ്പുള്ള അവസ്ഥ പരിഗണിച്ച് നോക്കുമ്പോൾ വാവിന് ഹർക്കത്തുണ്ട്. പിന്നെ തൊട്ട് മുമ്പുള്ള അക്ഷരം ഇപ്പോൾ എന്താണ്? ഹർക്കത്തുള്ള അക്ഷരമാണ്, ഫത്തഹുള്ള അക്ഷരമാണ്. അങ്ങനെ വരുമ്പോൾ വാവിനെ മറിച്ച് എന്ത് ചെയ്തു? അലിഫാക്കി. അങ്ങനെയാണ് യക്കാദു എന്നാവുന്നത്. ഏതാട്ടെ അസ്ല്, കവുദ, യക്വദു, ഫഉല, യഫ്അലു വസനാണ്. ഈ 4 വസനുകൾ ഷാദായിട്ട് വരുന്ന വസനുകളാണ്. അപ്പോൾ സുലാസി മുജറദിൽപ്പെട്ട 9 വസന്, 9 വസന് 8 വസനായി ചുരുക്കാം നമുക്ക് കേട്ടോ. ഫഅല, യഫ്അലു എന്നുള്ളത് മുത്തരദിലും ഷാദിലും ഉണ്ടല്ലോ, അത് രണ്ടും കൂടി നമുക്ക് ഒന്നായി ചുരുക്കാം. അങ്ങനെ മൊത്തം 8 വസനുകൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു സുലാസി മുജറദിൽ. ഇനി അടുത്തത് സുലാസി മസീദ് ഫിഹിയാണ്. സുലാസി മസീദ് നമുക്കറിയാം, സുലാസി എന്ന് പറയുമ്പോൾ അസ്ലിയായ 3 അക്ഷരങ്ങൾ അതിലുണ്ടാവും. പിന്നെ മസീദ് പറയുമ്പോഴോ അതിൽ സായിദിയായ അക്ഷരം അതിൽ വേറെ ഉണ്ടാവും ചെയ്യും. അസ്ലിയായ അക്ഷരത്തിന് പുറമെ സായിദിയ അക്ഷരം ഉണ്ടാവും. അപ്പോൾ അസ്ലിയായ 3 അക്ഷരത്തിന് പുറമെ സായിദിയായ അക്ഷരങ്ങളുമുള്ള ഫീലുകൾക്കാണ് സുലാസി മസീദ് എന്ന് പറയാം. ഈ സുലാസി മസീദുകൾ, അമ്മ സുലാസിയിൽ മസീദു ഫിഹി ഫസ്ന അഷ്റ ബാബൻ, അത് 12 ബാബുകളാണ്. ഇസ്ന അഷ്റ ബാബാണ്, 12 ബാബുകളുണ്ട് സുലാസി മസീദിൽ. ആ 12 ബാബുകൾ തന്നെ 3 കിസ്മായി നമുക്ക് തിരിക്കാൻ പറ്റും, 3 വിഭാഗങ്ങളായി തിരിക്കാം. ഒന്നാമത്തെ വിഭാഗത്തിൽ സായിദിയായ ഒരക്ഷരം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മൊത്തം 4 അക്ഷരമാവും. അസ്ലിയായ 3 അക്ഷരത്തിന് പുറമെ സായിദിയായ ഒരക്ഷരം മാത്രം വരുന്നത്, അപ്പോൾ മൊത്തം 4 അക്ഷരം. രണ്ടാമത്തെ കിസ്മിൽ വരുന്നത് 2 അക്ഷരം സായിദിയായിട്ട് വരുന്നത്. അപ്പോൾ അസ്ലിയായ 3 അക്ഷരത്തിന് പുറമെ 2 അക്ഷരം സായിദിയാകുമ്പോൾ 5 അക്ഷരമായി മാറും. അങ്ങനെ 5 അക്ഷരമുള്ള ഫീലുകൾ. പിന്നെ മൂന്നാമത്തെ കിസ്മിൽ വരുന്നത് അസ്ലിയായ 3 അക്ഷരത്തിന് പുറമെ സായിദിയായ 3 അക്ഷരം വരിക. അപ്പം 3 6 അക്ഷരങ്ങളുള്ള ഫീലുകൾ. ഇങ്ങനെ സുലാസി മസീദ് 12 എണ്ണം ഉണ്ടെങ്കിലും ആ 12നെ നമുക്ക് എന്ത് ചെയ്യാം? 3 ഓഹരികളാക്കി തിരിക്കാം. ഒന്നാമത്തെ ഓഹരി അല്ല കിസ്മുൽ അവ്വലു മാ യക്കൂനു സായിദു ഫീഹി ഹർഫൻ വാഹിദൻ. മാ ഒരു ഫീലാണ്, യക്കൂനു സായിദു ഫീഹി അതിലുള്ള സായിദിയായ അക്ഷരമായിരിക്കും, ഹർഫൻ വാഹിദൻ ഒരു ഹർഫായിരിക്കും. ഇങ്ങനെ ഒരക്ഷരം മാത്രം സായിദിയായിട്ട് വരുന്ന ഫീലുകൾ. വലഹു സലാഹത്ത് ഔസാനിൻ, ഇങ്ങനെ ഒരക്ഷരം മാത്രം സായിദിയായിട്ട് വരുന്ന 3 വസനുകളുണ്ട്. അതാണ് 1 അഫ്അല, 2 ഫഅല, 3 ഫഅല. അഫ്അല, ഫഅല, ഫഅല. അവിടെ ഞാൻ രണ്ടാമത്തെ ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഒരു ചുവന്ന അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ടാകും. ആ ചുവന്ന അക്ഷരമാണ് സായിദിയായിട്ട് വന്നത്. മറ്റുള്ള അക്ഷരങ്ങൾ കറുപ്പ് നിറത്തിലുള്ളത് അസ്ലിയായ അക്ഷരമാണ്. ഇപ്പോൾ അഫ്അലയിൽ സായിദിയായിട്ട് വന്ന അക്ഷരം ഏതാണ്? തുടക്കത്തിലുള്ള ഹംസ, ആ ഒരു അക്ഷരം മാത്രമേ സായിദി ഉള്ളൂ. പിന്നെ ഫാ, ഐന്, ലാമ് അത് അസ്ലിയായ അക്ഷരങ്ങളാണ്. അതിന് ഉദാഹരണമാണ് അക്രമ. ഓക്കെ, നേരത്തെ പറഞ്ഞു അക്രമ. ഇനി മറ്റൊന്നാണ് ഫഅല. ഫഅല എന്ന് പറയുമ്പോൾ അവിടെ ഐനിന് ഷദ് ഉണ്ടല്ലോ അല്ലേ, അപ്പോൾ 2 ഐൻ അവിടെ ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, മുഷദ്ദായ ഐനാണ് അവിടെ ഉള്ളത്, അതായത് 2 ഐനുണ്ട്. മസാക്കിനായ ഐനിനെ മുത്തഹരിക്കായ ഐനിൽ ഇദ്ഗാം ചെയ്തിട്ടാണ് ഫഅല എന്നാവണത്. ഏതാട്ടെ, അവിടെ ഒരു ഐൻ എന്ത് ചെയ്തു? ഏറെ വന്നു. പിന്നെ ഉള്ളത് ഫാ, ഐന്, ലാമ് അത് അസ്ലിയ അക്ഷരങ്ങൾ. അതിന് ഉദാഹരണമാണ് ഫറജ എന്നുള്ളത് കേട്ടോ. ഫറജ. ഓക്കെ, ഫറജ എന്നുള്ളതിന് ഉദാഹരണം. ഇനി മൂന്നാമത്തത് ഫഅല. അതിൽ അസ്ലി സായിദിയായിട്ട് വന്നിട്ടുള്ളത് ഒരു അലിഫ് മാത്രമാണ്. ഫഅല എന്നുള്ളത് കേട്ടോ. അതിൽ ഫായിൻ്റെ ശേഷം ഒരു അലിഫ് സായിദിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പുള്ള ഫാവും ശേഷമുള്ള ഐന്, ലാമൊക്കെ അസ്ലിയ അക്ഷരങ്ങൾ. പിന്നെ കാത്തല. ഇതൊക്കെ സൊറഫാക്കുന്ന രൂപങ്ങളൊക്കെ ഉണ്ട്. അക്രമ യുക്രിമു, ഇക്രാമൻ, ഫഹോ, മുക്രിമുൻ എന്നൊക്കെ സൊറഫാക്കുന്ന രൂപങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ബിൽജുമിൽ അങ്ങനെ ഒരു മൊത്തത്തിലുള്ള ഒരു വിശദീകരണം തരാമെന്ന് അർത്ഥം. ഫറജ്, യുഫർജ്, തഫ്രീജൻ എന്നുള്ള സൊറഫാക്കലൊക്കെ നോക്കാവുന്നതാണ്. അതുപോലെ കാത്തല, യുക്കാത്തലു, മുക്കാത്തലത്ത് എന്നുള്ള സൊറഫിൻ്റെ രൂപങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ മാലി മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ മുലാരി എങ്ങനെയാണ്, അമ്ര എങ്ങനെയാണ്, ഇസ്മഫായിൽ എങ്ങനെയാണ്, ഇസ്മഫുൽ എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ അത് സൊറഫാക്കി പഠിക്കാൻ വേണം. ഓക്കെ,
ഇനി രണ്ടാമത്തെ കിസ്മ കേട്ടോ, സുലാത്തി മസീദ് ഫീഹിലെ രണ്ടാമത്തെ കിസ്മ് മാ യക്കൂനു സായിദു ഫീഹി ഹർഫൈനി. അതിലെ സായിദിയായ അക്ഷരം 2 സായിദിയായ അക്ഷരങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഫീലുകളാണ് രണ്ടാമത്തെ കിസ്മിൽ വരുന്നത്. ഇതിന് 5 വസനുകളുണ്ട്. 1 തഫഅല, 2 തഫഅല, 3 ഇഫ്തഅല, 4 ഇൻഫഅല, 5 ഇഫ്അല്ല. ഈ വസനുകളൊക്കെ നമ്മൾ പറയൽ ഫഅല ഉപയോഗിച്ചുകൊണ്ടാണ് വസനുകളൊക്കെ പറയട്ടോ. അതുകൊണ്ടാണ് ഇതിനൊക്കെ തഫഅല ഈ ഫഅല ഉപയോഗിച്ചുകൊണ്ടുള്ള വസന് പറയുന്നത്. ഓക്കെ, തഫഅലയിൽ സായിദിയായ 2 അക്ഷരങ്ങളാണുള്ളത്. ഒന്ന് തുടക്കത്തിലുള്ള താ ഉണ്ട്, പിന്നെ ഒരു ഐനുണ്ട്. ആ ചുവന്ന അക്ഷരം നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. തഫഅലയിൽ ഒന്നാമത്തെ താവും പിന്നെ ഫായിന് ശേഷമുള്ള അലിഫും, ഇങ്ങനെ 2 അക്ഷരമാണ് സായിദിയായിട്ടുള്ളത്. ഇഫ്തഅലയിൽ ആദ്യത്തെ അലിഫ് എന്നല്ല ഹംസ എന്നാണ് പറയുക കേട്ടോ, വസ്ലിൻ്റെ ഹംസ, ആദ്യത്തെ വസ്ലിൻ്റെ ഹംസ, പിന്നെ താഉ, അതാണ് സായിദിയായിട്ടുള്ളത്. ഇൻഫഅലയിൽ ആദ്യത്തെ വസ്ലിൻ്റെ ഹംസയും നൂനുമാണ് സായിദിയായിട്ടുള്ളത്. ഇഫ് അല്ല എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ വസ്ലിൻ്റെ ഹംസയും പിന്നെ ഒരു ലാമുമാണ് സായിദിയായിട്ടുള്ളത്. ഇങ്ങനെ 2 അക്ഷരങ്ങൾ സായിദിയായിട്ട് വരുന്ന ഫീലുകളാണ് രണ്ടാമത്തെ കിസ്മിൽ വരുന്നത്. ഇതിന് ഉദാഹരണം തഫഅലക്ക് ഉദാഹരണം തഅല്ലമ, തഫഅലക്ക് ഉദാഹരണം തദാറക, ഇഫ്തഅലക്ക് ഉദാഹരണം ഇഹ്തമല, ഇൻഫഅല എന്നതിന് ഉദാഹരണം ഇൻതലഖ, ഇഫ്അല്ല എന്നതിന് ഉദാഹരണം ഇഹ്മറ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉദാഹരണങ്ങൾ. ധാരാളം ഉദാഹരണങ്ങൾ കണ്ടെത്താവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി ഈ വസനുകളെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ 3 വസനുകളുണ്ടല്ലോ. അപ്പോൾ ആദ്യം പറഞ്ഞ തഫഅല, ഇഫ്തഅല, ഈ 3 വസനുകളിൽ നിന്ന് പിരിഞ്ഞുണ്ടാകുന്ന ഒരു 3 വസനുകളുണ്ട്. ഇപ്പോൾ തഫഅലയിൽ നിന്ന് പിരിഞ്ഞുണ്ടായൊരു വസനാണ് ഇഫ്അല എന്നുള്ളത്. അതുപോലെ തഫഅലയിൽ നിന്ന് പിരിഞ്ഞുണ്ടായ മറ്റൊരു വസനാണ് ഇഫ്അല എന്നുള്ളത്. അതുപോലെ ഇഫ്തഅലയിൽ നിന്ന് പിരിഞ്ഞുണ്ടായ മറ്റൊരു വസനാണ് ഫഅല എന്നുള്ളത്. എങ്ങനെയാണ് ഇത് പിരിഞ്ഞുണ്ടായത്? അതിൻ്റെ രൂപം നോക്കാം. നോക്കൂ, ഇതാ കാന ഐനു തഫഅല ഔ തഫഅല. ആദ്യം പറഞ്ഞ തഫഅല ഉണ്ടല്ലോ, അവയുടെ ഐൻ ഫീല് താഓ, സാഓ, ഐൻ ഫീലല്ല, അവിടെ താ എന്നാക്കണം കേട്ടോ. തിരുത്തുണ്ട്. ഇതാ കാന ഫാഉ തഫഅല ഔ തഫഅല. തഫഅല വസനിൻ്റെ ഫാഫീൽ എന്നാൽ ഒന്നാമത്തെ അക്ഷരത്തിനാണ് ഫാഫീൽ അറിയാം. ആ ഫാഫീൽ അസ്ലിയായ ഒന്നാമത്തെ അക്ഷരത്തിനാണ് ഫാഫീൽ എന്ന് പറയാം കേട്ടോ. ഈ ഫാ എന്താ ചെയ്താൽ താ, സാ, ദാല്, ദാല്, സാ, സീന്, ഷീന്, സ്വാദ്, വാദ്, ത്വാ, ലാ, 11 അക്ഷരങ്ങളുണ്ട്. ഈ 11 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരമായിട്ടാണ് ഇതിന് അസ്ലിയായ ആദ്യത്തെ അക്ഷരം വന്നതെങ്കിൽ അവിടെ ജാസ ഹദഫു ഹർക്കത്തി താഇ മിൻ അവലിഹിമ, അതിന് തുടക്കത്തിൽ നിന്ന് ആ താഇൻ്റെ ഹർക്കത്തിനെ കളയാൻ പറ്റും. തഫഅലയിലും തഫഅലയിലൊക്കെ തുടക്കത്തിൽ താ ആണല്ലോ ഉള്ളത്. ആ താഇൻ്റെ ഹർക്കത്തിനെ നമുക്ക് കളയാൻ പറ്റും. എന്നിട്ട് വ ഇദ്ഗാമുഹ ഫിൽ ഫാഇ ബഅദ ഖൽബിഹ മിസ്ല മാ ബഅദഹ. ആ താഇൻ്റെ ശേഷം ഏതക്ഷരമാണോ ഉള്ളതെങ്കിൽ അതേപോലത്തെ അക്ഷരമായിട്ട് താഇനെ മറിച്ച് ആ അക്ഷരത്തിൽ ഇദ്ഗാം ചെയ്യാനും ഒരു വസലിൻ്റെ ഹംസ വലിച്ചു കൊണ്ടുവരാനും ഒക്കെ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വസന് ഉണ്ടായിത്തീരും. ഉദാഹരണം നോക്കാം നമുക്ക്. ഇസ്സമ്മല എന്നുള്ളത് ഈ തസമ്മല എന്നതിന് പിരിഞ്ഞുണ്ടായ ഒരു വസനാണ് ഇസ്സമ്മല. അതായത് തഫഅലയിൽ നിന്ന് ഇഫഅല പിരിഞ്ഞുണ്ടായെന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ഉദാഹരണമാണത് തസമ്മല എന്നതിൽ നിന്നുണ്ടായ ഒരു ഫീലാണ് ഇസ്സമ്മല എന്നുള്ളത്. അവിടെ എന്താ സംഭവിച്ചത്? ഇതിൻ്റെ ഫാഫീൽ സാ ആണ് അല്ലേ, സായി എന്നുള്ളതാണ് ഇതിൻ്റെ ഫാഫീൽ. ഒന്നാമത്തെ താ പിന്നെ സായിദിയ അക്ഷരമാണ്, അത് നമ്മൾ പരിഗണിക്കണില്ല. അസ്ലിയായ ആദ്യത്തെ അക്ഷരം സാ ആണ്. ഈ 11 അക്ഷരത്തിൽപ്പെട്ടൊരു അക്ഷരമാണല്ലോ സായി. ഇങ്ങനെ ഫാഫീൽ സാ ആയി വന്നപ്പോൾ അവിടെ എന്ത് പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു? തുടക്കത്തിലുള്ള താഇൻ്റെ ഹർക്കത്തിനെ കളയാൻ പറ്റും എന്ന് പറഞ്ഞു. അതാണ് ഹുദിഫ മിൻഹു ഹർക്കത്തു താഇ ഫസാറ തിസമ്മല. അങ്ങനെ താഇൻ്റെ ഹർക്കത്തിനെ കളഞ്ഞപ്പോൾ തിസമ്മല എന്നായി മാറി. താഇൻ്റെ ഹർക്കത്ത് കളഞ്ഞു. ഇനി അവ കുലിബത്തി താഉ സാഅൻ,
തായിന് ശേഷം പിന്നെ സാ ആണുള്ളത്, ആ സായിനെ പോലെ തായിനെയും മറിച്ചു. അങ്ങനെ തായിനെ സാ ആക്കി മറിച്ചു, സിസമ്മല എന്നായി. പിന്നെ ഇതിനെ ഇദ്ഗാം ചെയ്തു. അതാണ് ഉദ്ഗിമത്തി സാ ഉ ഫിസായി, സായിനെ മറ്റേ അടുത്ത സായിൽ ഇദ്ഗാം ചെയ്തു. അങ്ങനെ സമ്മല എന്നായി. പിന്നെ ഇദ്ഗാം ചെയ്യുമ്പോൾ ഒന്നാമത്തെ അക്ഷരത്തിൽ സുക്കൂനാണ്. അപ്പോൾ സുക്കൂനോട് തുടങ്ങൽ പ്രയാസമായതുകൊണ്ട് അത് വസലിൽ ഹംസ എന്ത് ചെയ്തു കൊണ്ടുവന്നു. അങ്ങനെ അത് ഇസ്സമ്മല എന്നായി. ഇങ്ങനെയാണ് ഈ തഫഅല വസനിൽ നിന്ന് ഇഫ്അല രൂപപ്പെടുന്ന ഒരു രൂപം എന്ന് പറയുന്നത്. അതേപോലെ തഫാഅല വസനിൽ നിന്ന് ഇഫ്അല രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ഇതേപോലെ തന്നെയാണ്. ആദ്യം ആ തായിൻ്റെ ഹർക്കത്തിനെ, അത് ആദ്യം ഫാഫീല നോക്കുന്നത്. ഫാഫീലയുടെ സാ ആണ്, തസാക്കലത്തെ സാ ആണ് ഇവിടുത്തെ അസ്ലിയ ഒന്നാമത്തെ അക്ഷരം. നേരത്തെ പറഞ്ഞ 11 അക്ഷരത്തിൽപ്പെട്ട ഒരു അക്ഷരമാണ് സാ. ഇങ്ങനെ ഫാഫീൽ സാ ആയി വന്നപ്പോൾ ഈ തുടക്കത്തിൽ തായിൻ്റെ ഹർക്കത്തിനെ കളയാം, അത് അനുവദനീയമാണ്. അതിന് ഹർക്കത്തിനെ കളഞ്ഞു, തുസാക്കല എന്നായി മാറി. എന്നിട്ട് എന്ത് ചെയ്തു? ആ തുസാക്കലത്തെ ആ തായിനെ എന്ത് ചെയ്തു? തൊട്ട് ശേഷമുള്ള ഹർഫാക്കി മറിച്ചു. തൊട്ട് ശേഷം സാ ആണല്ലോ, അങ്ങനെ തായിനെ മറിച്ച് സാ ആക്കി. അപ്പോൾ സുസാക്കല എന്നായി. പിന്നെ എന്ത് ചെയ്തു? ആ രണ്ട് സായിനെ ഇദ്ഗാം ചെയ്തു. അങ്ങനെ സാക്കല എന്നായി. പിന്നീട് വസലിൽ ഹംസ കൊണ്ടുവന്നു. അങ്ങനെ ഇഫാക്കല എന്നായി. അപ്പോൾ ഇതാണ് ഈ തഫഅലയിൽ നിന്നും തഫാഅലയിൽ നിന്നും ഇഫഅല എന്ന വസനുകൾ രൂപപ്പെടുന്ന ഒരു രൂപം എന്ന് പറയുന്നത്. നമ്മൾ ഓക്കെ, മൂന്നാമത്താണ് ഇഫ്തഅല ബാബ് കേട്ടോ. ഇഫ്തഅലയിൽ നിന്ന് പിരിഞ്ഞുണ്ടായ ഒരു വസനാണ് ഫഅല എന്നുള്ളത്. എങ്ങനെയാണ് പിരിഞ്ഞുണ്ടായത്? ഈ ഇഫ്തഅല ബാബിൻ്റെ ഈ ഒന്നാമത്തെ ഫാഫീൽ, അതിൻ്റെ ഒന്നാമത്തെ അസ്ലിയായ അക്ഷരത്തിന് ഫാഫീൽ അറിയും, രണ്ടാമത്തെ അക്ഷരത്തിന് ഐൻഫീൽ എന്ന് അറിയില്ലേ, അസ്ലിയ അക്ഷരത്തിന്. ഈ ഐൻഫീൽ 11 അക്ഷരത്തിൽപ്പെട്ട, നേരത്തെ എണ്ണി പറഞ്ഞ 11 അക്ഷരത്തിൽപ്പെട്ട ഒരു അക്ഷരമായി കഴിഞ്ഞാൽ ആ നഖലു ഹറക്കത്ത് തായിൻ്റെ ഹറക്കത്തിനെ മുമ്പുള്ളതിലേക്ക് നീക്കം ചെയ്യൽ അനുവദനീയമാണ്. ഇപ്പോൾ ഉദാഹരണം നോക്കൂ, ഇഖ്തസമ എന്നുള്ളത് ഇഫ്തഅല വസനാണ്. അതിലെ ഐൻഫീൽ ഏതാണ്? സ്വാദാണ് അല്ലേ. ഇത് തുടക്കത്തിൽ ഹംസ സായിദിയാണ്, അത് പരിഗണിക്കില്ല. പിന്നെ അസ്ലിയായ ഒന്നാമത്തെ അക്ഷരം ഹ ആണ്. പിന്നുള്ളത് താ ആണ്, അതും സായിദിയ അക്ഷരമാണ്, അത് പരിഗണിക്കില്ല. പിന്നെ സ്വാദ് ഐൻഫീൽ, രണ്ടാമത്തെ അസ്ലിയ അക്ഷരം സ്വാദാണ്. ഇങ്ങനെ ഐൻഫീൽ സ്വാദ് ആയി വന്നു. അതായത് നേരത്തെ പറഞ്ഞ 11 അക്ഷരത്തിൽപ്പെട്ട ഒരക്ഷരമായിട്ട് ഈ ഐൻഫീൽ വന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് അനുവദനീയമാണ്? ഈ തായിൻ്റെ ഹർക്കത്തുണ്ടല്ലോ, ഈ തായിൻ്റെ ഹർക്കത്തിനെ മുമ്പുള്ള അക്ഷരത്തിലേക്ക് നീക്കം ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് നുക്കില ഹർക്കത്ത് തായി ഇലൽ ഹായി, തായിൻ്റെ ഹർക്കത്തിനെ മുമ്പിലേക്ക് നീക്കം ചെയ്തു. അപ്പോൾ എന്തായി മാറും? ഇഹ തു സമ എന്നായി മാറും. ഇഹ്തസമാത്തെ ഈ തായിൻ്റെ ഹർക്കത്തിനെ മുമ്പിലേക്ക് നീക്കം ചെയ്തു. അപ്പോൾ ഇഹ തു സമ എന്നായി മാറി. അതിനുശേഷം ഈ തായിനെ മറിച്ച് ശേഷമുള്ള അക്ഷരമാക്കി മാറ്റും. തായിൻ്റെ ശേഷം സ്വാദാണല്ലോ, ഈ തായിനെ സ്വാദാക്കി മറിക്കും. അങ്ങനെ അത് എന്ത് ചെയ്തു? ഇഹ സു സമ എന്നായി. പിന്നെ രണ്ട് സ്വാദ് അടുത്തടുത്ത് വന്നു. ഒന്നാമത്തെ സുക്കൂൻ, രണ്ടാമത്തെ അർക്കത്തൊക്കെ ആയപ്പോൾ ഇദ്ഗാം ചെയ്തു. അങ്ങനെ ഇഹസമ എന്നായി. ഈ വസലിൽ ഹംസക്ക് ഇപ്പോൾ ആവശ്യമില്ല. കാരണം വസലിൽ ഹംസ കൊണ്ടുവരുന്നത് എന്തിനാണ്? നമ്മൾ സുക്കൂൻ കൊണ്ട് തുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വസലിൽ ഹംസ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇഖ്തസമ എന്ന് പറയുമ്പോൾ അവിടെ ആ വസലിൽ ഹംസ ഇല്ല എന്നുണ്ടെങ്കിൽ സുക്കൂൻ കൊണ്ട് തുടങ്ങി എന്ന് വരും. സുക്കൂൻ കൊണ്ട് തുടങ്ങാൻ നല്ല പ്രയാസമാണ്. അപ്പോൾ അതിനാണ് അവിടെ ഹംസ കൊണ്ടുവന്നിരുന്നത്. ഇവിടെ ഇപ്പോൾ ഇഹസമ എന്നാകുമ്പോൾ പിന്നെ ഹംസൻ്റെ ആവശ്യമില്ലല്ലോ. ഹംസ കളഞ്ഞാലും ഹർക്കത്താണുള്ളത് അല്ലേ, ഹർക്കത്തിൽ അക്ഷരമുള്ളത്. അപ്പം ഞാൻ ഹംസൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, അതുകൊണ്ട് ഹംസനെ കളയും. അങ്ങനെ അത് ഹസ്സമ എന്നായി മാറും. ചില പണ്ഡിതന്മാർ ഈ ഹായിന് കെസർ കൊടുക്കുന്നവരുണ്ട്, അങ്ങനെയാണ് ഹിസ്സമ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഇഫ്തഅല വസനിൽ നിന്ന് ഈ ഫഅല യഫഇലു വസന് രൂപപ്പെടുന്ന ഒരു രൂപം എന്ന് പറയുന്നത്. ഇപ്പോൾ സൂറത്ത് യാസീന് തന്നെ യഹ്സിമൂൻ എന്നുണ്ടല്ലോ, അതൊക്കെ ഈ ഹസ്സമ ഇഖ്തസമ ഇത് പോകുന്ന ഫീലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സുലാത്തി മസീദ് ഫീയ പറഞ്ഞു വരുന്നത്, സുലാത്തി മസീദ് ഫീയിലെ ഒരക്ഷരം മാത്രം സായിദിയായിട്ട് വരുന്ന 3 വസനുകൾ പറഞ്ഞു. അതുപോലെ 2 അക്ഷരം സായിദിയായിട്ട് വരുന്ന 5 വസനുകൾ എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ബാബ് ഏതാണ്? അടുത്തത് സുലാത്തി മസീദിൽ തന്നെയുള്ള മൂന്നാമത്തെ കിസ്മ എന്ന് പറയുന്നത് 3 അക്ഷരങ്ങൾ സായിദിയായിട്ട് വരുന്ന വസനുകളാണ്. 3 അക്ഷരങ്ങൾ സായിദിയായിട്ട് വരും. അസ്ലിയായ 3 അക്ഷരം ഉണ്ടാവും, പുറമെ 3 അക്ഷരം സായിദിയായിട്ട് വരും. ഇത് 4 വസനുകളാണ് ഇങ്ങനെയുള്ളത്. ഉദാഹരണത്തിന് ഇസ്തഫ്അലയുണ്ട്, ഇഫ്അലയുണ്ട്, ഇഫ്ആലയുണ്ട്, ഇഫ്അവലയുണ്ട്. ഇസ്തഫ്അലയിൽ സായിദിയായിട്ട് വരുന്ന അക്ഷരങ്ങൾ ഒന്നാമത്തെ ആ ഹംസയും സീനും താവുമാണ്. പിന്നീടുള്ള ആ ഫ അല എന്നുള്ളത് അസ്ലിയ അക്ഷരം.
പിന്നെ ഇഫ്അലയിൽ അസ്ലിയായിട്ട് വരുന്നത് ഫഅലയാണ്. സായിദയായിട്ട് വരുന്നത് തുടക്കത്തിലുള്ള ഹംസ, പിന്നെ ഒരു ഐന്, പിന്നെ വാവ്. പിന്നെ ഇഫ്ആലയിൽ സായിദയായിട്ട് വരുന്ന അക്ഷരം തുടക്കത്തിലുള്ള ഹംസ, പിന്നെ ഐനിന് ശേഷമുള്ള അലിഫ്, പിന്നെ ലാമ്. ഇഫ്അവലയിൽ സായിദയായിട്ട് വരുന്നത് തുടക്കത്തിലുള്ള ഹംസ, പിന്നെ 2 വാവ്, ഐൻ ഫീലിന് ശേഷം 2 വാവ്. ഇങ്ങനെയാണ് സായിദയായിട്ട് വരുന്നത്. ഇതിന് ഉദാഹരണങ്ങൾ ഇസ്തഫലക്ക് ഉദാഹരണം ഇസ്തഫഹമ, ഇഫ്അലക്ക് ഉദാഹരണം ഇഖ്ശൗശന, ഇഫ്ആലക്ക് ഉദാഹരണം ഇഹ്മാറ, ഇഫ്അവലക്ക് ഉദാഹരണം ഇജ്ലവദ. ഓക്കെ, അപ്പോൾ സുലാസി മസീദിൽ നമ്മൾ വന്നിരുന്നു 12 ബാബ് പഠിച്ചു. സുലാസി മുജറദിൽ 8 ബാബ് പഠിച്ചിരുന്നു. സുലാസി മസീദിൽ 12 ബാബ് പഠിച്ചു. അങ്ങനെ മൊത്തം 20 ബാബുകൾ എന്തുണ്ട് സുലാസിയിലുണ്ട്. പിന്നെ പുറമെ ഫർആയി വന്ന ഒരു 3 ബാബ് വേറെ പഠിച്ചിരുന്നു അല്ലേ. മുത്തഫരി ആയിട്ട് വന്ന 3 വസനുകൾ ഇഫ്അല, ഇഫ്അല, ഫഅല, ഇങ്ങനെ ഒരു 3 വസന് വേറെ പഠിച്ചിരുന്നു. അപ്പോൾ 23 വസനും നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു. ഇനി അടുത്തത് റുബാഴി മുജറദാണ്. റുബാഴി മുജറദ് എന്ന് പറഞ്ഞാൽ, റുബാഴി എന്ന് പറഞ്ഞാൽ എന്താണ്, അസ്ലിയായ 4 അക്ഷരം ഉള്ള ഫീലാണ് റുബാഴി. അത് മുജറദാവപ്പോഴാണ് ഈ അസ്ലിയായ 4 അക്ഷരം മാത്രം ആകുമ്പോഴാണ് റുബാഴി മുജറദാവുക. സായിദിയായ ഒരു അക്ഷരവും അതിലില്ല, വെറും അസ്ലിയായ ഈ 4 അക്ഷരം മാത്രം ഉണ്ടാകുമ്പോഴാണ് റുബാഴി മുജറദ്. ഈ റുബാഴി മുജറദിന് ആ ഒറ്റ വസന് മാത്രമേ ഉള്ളൂ, ഫഅലല എന്ന ഒരു വസന് മാത്രം. ഉദാഹരണം ദഹ്റജ, ഉരുട്ടി എന്ന വാക്കിനർത്ഥം. അതായത് ദഹ്റജ എന്ന ഈ ഫഅലല എന്ന് പറയുന്ന ഒരു വസന് മാത്രം ഉള്ളൂ റുബാഴി മുജറദിന്. ഇനി ഈ റുബാഴി മുജറദിനോട് സുലാസി മസീദിൽപ്പെട്ട ചില വസനുകളെ ചേർക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചേർക്കപ്പെട്ട മുൽഹക്കായി വരുന്ന ഒരു 6 വസനുകളുണ്ട് കേട്ടോ. ഈ ചേർക്കപ്പെടുന്ന 6 വസനുകൾക്ക് ഇതൊക്കെ സുലാസി മസീദാണ്. ഈ പറയപ്പെട്ട ഫഅലല, ഫൗഅല, ഫൈഅല ഇതൊക്കെ സുലാസി മസീദാണ്. പക്ഷേ കാഴ്ചയിൽ ആരെ പോലെയാണ്, ഈ ഫഅലല പോലെ റുബാഴി മുജറദിനെ പോലെയാണ്. അതിൻ്റെ സർഫാക്കുന്ന രൂപങ്ങളും ഒക്കെ ഈ ഫഅലല പോലെ ആയതുകൊണ്ട് ആ റുബാഴി മുജറദിലേക്ക്, ആ വസനിലേക്ക് ചേർക്കപ്പെട്ട മുൽഹക്കായ ഫീലായിട്ടാണ് ഇതിനെ കൂട്ടാം. അങ്ങനെ മുൽഹക്കായ ഒരു ഈ ഫഅലലയോട് അതിനോട് ചേർക്കപ്പെട്ട ഒരു 6 വസനുകളുണ്ട്. ഒന്ന് ഫഅലല. ഇത് ഏത് ഫഅലയിലാണ്? ഈ ഫഅലലയിൽ, മുൽഹക്കായ ഫഅലലയിൽ ഒരു അക്ഷരം സായിദ കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഫഅലലയിൽ അക്ഷരങ്ങളൊന്നും സായിദ ഒന്നുമില്ല, 4 അക്ഷരവും അസ്ലിയ അക്ഷരങ്ങളാണ്. അതിലേക്ക് മുൽഹക്കായിട്ട് വരുന്ന ഈ ഫഅലലയിൽ ഒരു ലാമ് സായിദയായിട്ട് വന്നാണ്. ഉദാഹരണം ജൽബബ. ജൽബബയിൽ അത് ജീമ്, ലാമ്, ഒരു ബാഗ്, ഇതാണ് അസ്ലിയായ അക്ഷരം. വേറെ ഒരു ബാഗ് സായിദയായിട്ട് വന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ സുലാസി മസീദാണ്. 3 അക്ഷരം മാത്രമാണ് ഇതിലൊക്കെ അസ്ലിയായിട്ടുള്ളത്, ഒരക്ഷരം സായിദിയാണ്. ഈ ഫൗഅലയിൽ വാവ് സായിദിയാണ്, ഫൈഅല യാ സായിദിയാണ്, ഫഅവല വാവ് സായിദിയാണ്, ഫഅയല ഐനിന് ശേഷം യാ സായിദിയാണ്, ഫഅല അവിടെ ലാമിൻ്റെ ശേഷം ഒരു അലിഫ് സായിദിയാണ്. ഉദാഹരണത്തിന് ജൽബബ, ജൗറബ, ബൈഖറ, ഹർവല, ഷറിയഫ, സൽഖ. ഇത്തരം ഫീലുകളൊക്കെ ഈ ഫഅലിലേക്ക് ചേർക്കപ്പെട്ട ഫീലുകളാണ്. ഇനി അപ്പോൾ റുബാഴി മുജറദിലെ ആകെ ഈ ഒരു ഒറ്റ വസന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എത്ര വസന് നമ്മൾ പഠിച്ചു? നേരത്തെ നമ്മൾ 23 വസന് പഠിച്ചിരുന്നു. പിന്നെ റുബാഴി മുജറദിൽ ഇപ്പോൾ ഒരു വസന് പഠിച്ചു, 24ആയി. അതിലേക്ക് ചേർക്കപ്പെട്ട ഒരു 6 വസന് പഠിച്ചു, അങ്ങനെ 30 വസനായി ഇപ്പോൾ. ഇനി അടുത്താണ് റുബാഴി മസീദ് ഫീ. റുബാഴി മസീദ് ഫീയിൽ, റുബാഴി മസീദ് ഫീ എന്നാണ് എന്താണ്, അത് അസ്ലിയായ 4 അക്ഷരത്തിന് പുറമെ സായിദിയായ അക്ഷരം കൂടി ഉണ്ടാവും. സായിദിയായ ഒരക്ഷരമാകാം, അല്ലെങ്കിൽ സായിദിയായ 2 അക്ഷരം ആകാം. സായിദിയ 3 അക്ഷരം ഉണ്ടാവില്ല കേട്ടോ. കാരണം സായിദിയ 3 അക്ഷരം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അസ്ലിയ 4 അക്ഷരത്തിന് പുറമെ സായിദിയ 3 അക്ഷരം, അപ്പോൾ മൊത്തം 7 അക്ഷരമായി. അങ്ങനെ 7 അക്ഷരമുള്ള ഫീലൊന്നുമില്ല, ഏറ്റവും ഏറി വന്ന 6 അക്ഷരമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ റുബാഴി മസീദിൽ ഒന്നുകിൽ ഒരക്ഷരം സായിദ ഉണ്ടാവും, അല്ലെങ്കിൽ 2 അക്ഷരം സായിദ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ 2 കിസ്മ ഉണ്ടാവുക. ഒന്നാമത്തെ കിസ്മ് ഒരക്ഷരം മാത്രം സായിദയായിട്ട് വരുന്ന കിസ്മ. അതിലാകെ ഒറ്റ വസന് മാത്രമേ ഉള്ളൂ. ഏതാണ്? ഈ തഫഅലല എന്ന് പറയുന്ന ഒരു വസന് മാത്രം. അതിൽ ഈ താ എന്താണ്? സായിദിയാണ്. ഫഅലല എന്നുള്ളത് അസ്ലിയ അക്ഷരങ്ങളാണ്. ദഹ്റജ, ദഹ്റജ, ദാ, ഹാ, റാ, ജീം ഇതൊക്കെ അസ്ലിയ അക്ഷരങ്ങളാണ്. ഈ താ മാത്രം സായിദയായിട്ട് വന്നു. ഇങ്ങനെ ഒരക്ഷരം മാത്രം സായിദയായിട്ട് വരുന്ന റുബാഴി മസീദ് ആകെ ഒറ്റ വസനേ ഉള്ളൂ, തഫഅലല എന്നുള്ളത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ മുൽഹക്കായ ഒരു 6 വസനുകൾ ഇതിനും ഉണ്ട് കേട്ടോ.
ഫഅലിലയോട് മുൽഹക്കായ വസനുകളുള്ളതുപോലെ തന്നെ ഈ തഫഅലിലയോടും മുൽഹക്കായ അതിലേക്ക് ചേർക്കപ്പെട്ട ചില വസനുകളുണ്ട്. സുലാസി മുജറദിൽപ്പെട്ട ചില വസനുകളുണ്ട്. ഉദാഹരണത്തിന് തഫഅലല, തഫൗഅല, തഫൈഅല, തഫഅവല, തഫഅല, തമഫ്അല. അവിടെ വേണം, ഇവിടെയൊക്കെ 2 അക്ഷരങ്ങൾ സാധ്യതയുണ്ട്. 2 അക്ഷരം സാധ്യതയുണ്ടെന്ന് അർത്ഥം. ഇതൊക്കെ 5 അക്ഷരങ്ങളെ മൊത്തത്തിലുള്ളൂ. അത് 2 അക്ഷരവും സാധ്യതയാണ്. അതിനർത്ഥം എന്താണ്? ഇതൊക്കെ സുലാസിയായ ഫീലുകളാണ്. ഓക്കെ. പക്ഷേ ഇത് സർഫാക്കുന്ന രൂപങ്ങളും അതിൻ്റെ മസ്തറും ഒക്കെ ഈ തഫഅലയോട് സാദൃശ്യമായതുകൊണ്ട് ഇതിനോട് തഫഅലിലെ വസനിലേക്ക് ചേർക്കപ്പെട്ടു എന്നാണ് പറയാം. ചേർക്കപ്പെട്ട മുൽഹക്കായ വസനുകൾ എന്നാണ് പറയാം. ഇതിന് ഉദാഹരണമാണ് തജൽബബ, തജൗറബ, തഫൈഹഖ, തഹർവല, തസൽഖ, തമസ്കന. അവിടെ സാധ്യത അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ആ നിറം നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ എത്ര വസനം പഠിച്ചു? 30ഉം 37 വസനുകളായിപ്പോട്ടോ. നേരത്തെ 30 വസനം പഠിച്ചിരുന്നു. 31ാമത്തെ വസന് തഫഅലല, പിന്നെ അതിലേക്ക് ചേർക്കപ്പെട്ട 6 വസനുകൾ, ഇങ്ങനെ 37 വസനുകളായി. ഇനി അടുത്ത് അൽ ഖിസ്മു സാനി, അത് റുബാഴി മസീദിൽപ്പെട്ട 2ാമത് കിസ്മ്. റുബാഴി മസീദിൽ 2ാമത്തെ കിസ്മ് ഏതാണ്? 2 അക്ഷരം സാധ്യതയായിട്ട് വരുന്ന കിസ്മ്. അത് 2 ഫെയിലുകളാണ്, 2 വസനായതിനുള്ളത്. ഒന്ന് ഇഫ് അൻലല എന്നുള്ളതാണ്, മറ്റൊന്ന് ഇഫ് അലല്ല എന്നുള്ളതാണ്. ഓക്കെ. ഇങ്ങനെ 2 വസനുകളുണ്ട്. അപ്പോൾ ഇഫ് അൻലല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദാഹരണം ഇഹ്റഞ്ചമ. അവിടെ ഹ, റാ, ജീമ്, മീമ് ഈ 4 അക്ഷരം അസ്ലിയാണ്. തുടക്കത്തിലുള്ള ഹംസയും പിന്നെ റായിന് ശേഷമുള്ള നൂനും സായിദിയായ അക്ഷരമാണ് ഇഹ്റഞ്ചമയിൽ. അപ്പോൾ 2 അക്ഷരം സായിദിയായിട്ടുള്ള റുബാഴി. ആ പറഞ്ഞോളൂ. കേട്ടില്ല. അതാ ഇക്രാൻസസ ശേഷം ഉണ്ടല്ലോ. ഇക്രാൻസസ അത് മുൽഹക്കായിട്ടാണ് വരും കേട്ടോ. ഇക്രാൻസസയിൽ ഖാഫ്, ഐന്, ഒരു സീന്, അത് മാത്രമേ അസ്ലിയ അക്ഷരമുള്ളൂ. പിന്നെ എന്താണ്, തുടക്കത്തിലുള്ള ഹംസയും നൂനും പിന്നെ ഒരു സീനും സായിദിയായ അക്ഷരമാണ്. അപ്പോൾ ശരിക്കും എന്തല്ല, അത് സുലാസിയാണ്, സുലാസി മസീദാണ്. പക്ഷേ ഈ റുബാഴി മസീദിൽപ്പെട്ട ഇഫ് അൻലലയോട് സാദൃശ്യമാണ്, സർഫാക്കുന്ന രൂപത്തിലും മറ്റൊക്കെ സാദൃശ്യമായതുകൊണ്ട് അതിൻ്റെ മുൽഹക്കായിട്ടാണ് എണ്ണ. ഈ റുബാഴി മസീദാകുന്ന ഇഫ് അൻലലക്ക് ഉദാഹരണമായിട്ട് ഇക്രാൻസസ് പറ്റൂല. ഇക്രാൻസസ് ആണുള്ളത് സുലാസിയാണ്. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇഫ് അൻലല, ഈ ഇഫ് അൻലലയോട് 3 വസന ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഇഫ് അൻലല ഉണ്ട്, മറ്റൊന്ന് ഇഫ് അൻല, പിന്നെ ഇഫ് വൻ അല. ആ ചേർക്കപ്പെട്ടതിൻ്റെ ഉദാഹരണങ്ങൾ ഇക്രാൻസസ, ഇസ്ലംഖ, ഇഹ്വൻസല. ഓക്കെ. ഈ വൻസല എന്നൊക്കെ പറയുമ്പോൾ അസ്ലാക്ഷരം ഹാ, സ്വാദ്, ലാമ് 3 അക്ഷരേ സാധ്യതയുള്ളൂ, അസ്ലിയുള്ളൂ. മറ്റുള്ള 3 അക്ഷരവും കേട്ടില്ല. ഇതൊക്കെ സുലാസിയാണ്. കാരണം അസ്ലിയ 3 അക്ഷരങ്ങളെ ഇതിലുള്ളൂ. പിന്നെ 3 അക്ഷരത്തിൽ സാധ്യതയായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? 3 അക്ഷരങ്ങൾക്ക് ബാക്കിയുള്ള സാധ്യതയാണ്. അപ്പോൾ സർഫാക്കുന്ന രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഇഫ് അൻലല എന്ന് പറയുന്നതിനോട് സാദൃശ്യമായതുകൊണ്ട് അതിലേക്ക് ചേർക്കപ്പെട്ട വസനായിട്ടാണ് കൂട്ടുക. പുതിയൊരു വസനായിട്ട് ഇടണില്ല. അതല്ല സർ, ഇത് സുലാസി അല്ല, റുബായി അല്ലല്ലോ. ഇതിപ്പം ഈ ഇഫ് അൻലല നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഇഫ് അൻലല എന്നുള്ളത് റുബാഴി മസീദാണ്. റുബാഴി മസീദ്. ഇസ്ലങ്ക എന്നുള്ളതൊക്കെ സുലാസിയാണ്. ഇഹ്റഞ്ചമ റുബാഴിയാണ്. ഇഹ്റഞ്ചമ റുബാഴി മസീദാണ്. ഇഹ്റഞ്ചമയിൽ 4 അക്ഷരം അസ്ലിയായ അക്ഷരങ്ങളുണ്ട്. പുറമെ ഒരു അലിഫും നൂനും സായിദയാണ്. അപ്പോൾ റുബാഴി മസീദാണ് ഇഹ്റഞ്ചമ. ഓക്കെ. ഇക്രാൻസസ, ഇസ്ലങ്ക, ഇഹ്വൻസല എന്നൊക്കെ ഉള്ളത് ഇഹ്റഞ്ചമ പോലെ തന്നെയാണ്. സർഫാക്കുന്ന രൂപത്തിലൊക്കെ ഇഹ്റഞ്ചമ പോലെ തന്നെയാണെങ്കിലും അത് റുബാഴി അല്ല. കാരണം അസ്ലിയായ 3 അക്ഷരങ്ങളെ ഈ പറയപ്പെട്ട ഇക്രാൻസസയിലും ഇസ്ലങ്കായിലും ഇഹ്വൻസലയിലൊക്കെ ഉള്ളൂ. അപ്പോൾ അത് സുലാസി മസീദിൽ പെട്ടതാണ്. പക്ഷേ അത് ഈ റുബാഴി മസീദായ ഇഹ്റഞ്ചമയോട് സാദൃശ്യമായതാണ് സർഫാക്കുന്ന രൂപത്തിലൊക്കെ. അപ്പോൾ അതിലേക്ക് ചേർക്കപ്പെട്ട മുൽഹക്കായ വസനായിട്ടാണ് എണ്ണ. ഓക്കെ. അപ്പോൾ നേരത്തെ 37 വസന എത്തിയിരുന്നു. ഈ ഇഫ് അൻലല 38ാമത്തെ വസനായി. അതിലേക്ക് ചേർക്കപ്പെട്ട 3 വസനുകൾ കൂട്ടുകയാണെങ്കിൽ ഒരു 41 വസനായി അല്ലേ? ഓക്കെ. ഇനി അടുത്താണ് ഇഫ് അലല്ല. റുബാഴി മസീദിലെ
രണ്ടാമത്തെ വസനാണ് ഇഫ് അലല്ല. ഇഫ് അലല്ലയിൽ സായിദിയായത് വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് തുടക്കത്തിലുള്ള ഹംസയുണ്ട്, പിന്നെ ഒരു ലാമും. ഓക്കെ, അതിൽ മൂന്ന് ലാമുണ്ട് അല്ലേ? ഇഫ് അലല്ല എന്ന് പറയുമ്പോൾ 3 ലാമുണ്ട്. അതിലത്തെ ഒരു ഹംസയും ഒരു ലാമുമാണ് സായിദിയായിട്ടുള്ളത്. ഇപ്പോൾ ഇഖ്ഷ അറ, അതിൽ ഖാഫ്, ഷീന്, പിന്നെ ഐന്, റാ, ഇങ്ങനെ 4 അക്ഷരം അസ്ലിയായ അക്ഷരങ്ങളുണ്ട്. പിന്നെ സായിദിയായിട്ട് വരുന്ന അക്ഷരം പിന്നെ അതിൽ ഏതാണ്? ഒന്ന് തുടക്കത്തിലുള്ള ഹംസയും പിന്നെ ഒരു ലാമും. ഇവിടെ ഷെയ്ഡ് ചെയ്ത ലാമൊന്ന് നമുക്ക് മാറ്റാം. രണ്ടാമത്തെ ലാമിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് ആ ഒരു ലാമിന് എന്ത് ചെയ്യാം, ഇതായിട്ടാക്കട്ടോ. അവസാനം വരുന്ന ഷദ്ദുള്ള 2 ലാമുണ്ടല്ലോ, അതിൽ പെട്ട ഒരു ലാമാണ് സായിദിയായിട്ട് വരുന്നത്, ഇഫ് അലല്ല. അപ്പോൾ ഒന്നാമത്തെ ഫാ, ഐന്, ലാമ്, പിന്നെ വരുന്ന ഒരു അക്ഷരം, അതാണ് സായിദിയായിട്ടുള്ളത്. ഇങ്ങനെ 2 അക്ഷരങ്ങളോട് സായിദിയാണ്. എങ്ങനെ? പുല്ല് പറിച്ചു അങ്ങനെ എന്തോ മീനിങ് ഇക്ഷാറ? അല്ല, ഇക്ഷാറ എന്ന് പറഞ്ഞാൽ കോരിത്തെരിച്ചു എന്നൊക്കെ ഉള്ള അർത്ഥത്തിനാണ് ഇക്ഷാറ. ഒരു രോമാഞ്ചം കൊണ്ടു എന്നൊക്കെ പറയില്ലേ, അതിനൊക്കെയാണ് ഇക്ഷാറ എന്ന് പറയാം. ഒരു മീനിങ് ചോദിക്കട്ടോ സാർക്ക് അറിയാം. നമ്മൾ ഈ എന്താ പറയും? എങ്ങനെ? ഇലക്ട്രീഷ്യന്റെ അറബി. ഇലക്ട്രീഷ്യന്റെ അറബിയോ? നിങ്ങളെന്ത് ചോദിച്ചാൽ മനസ്സിലായിട്ടില്ല കേട്ടോ. അതന്നെ ഇലക്ട്രീഷ്യൻ ഇല്ലേ, ഇലക്ട്രീഷ്യൻ, ആ, അതിന്റെ അറബി അറിയോന്ന് ചോദിച്ചത്. നമ്മൾ പാഠവുമായി ബന്ധപ്പെട്ടതല്ല അല്ലേ? അല്ലല്ല, എന്റെ ക്ലാസ്സിലൊരു കുട്ടി ചോദിച്ചപ്പോ ഇങ്ങനെ മീനിങ് പറഞ്ഞപ്പോ ഓർമ്മ വന്നിട്ട് ചോദിച്ചു. ഓക്കെ, നമുക്ക് അത് ചർച്ച ചെയ്യാം. നമുക്ക് വേറെ ഇതുമായി ബന്ധപ്പെട്ട ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പരിഗണിക്കാം. പിന്നെ ഉൽഹിഖ ബി ഹാദൽ വസ്നി വസ്നാനി ആഖറാനി മിന സുലാസിയിൽ മസീദ് ഫീഹി. ഈ ഇഫ് അലല്ലയിലേക്ക് 2 വസന് ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഒന്ന് ഇഫ് അല്ല വസന്, മറ്റൊന്ന് ഇഫ് അല്ല വസന്. ഇഫ് അല്ലാതെ സായിദിയ അക്ഷരം ഏതൊക്കെയാണ്? ഒന്ന് തുടക്കത്തിലുള്ള ഹംസ ഉണ്ട്, പിന്നെ ഒരു ഐനിന് ശേഷം ഒരു ഹംസ, പിന്നെ ലാമ്. കണ്ടോ, ഇങ്ങനെ 2 ഹംസയും ഒരു ലാമും. ഇതാണ് ഇവിടെ സായിദിയായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഇഫ് അല്ല എന്നുള്ളതിൽ സായിദിയായിട്ട് വന്നത് തുടക്കത്തിലുള്ള ഹംസയുണ്ട്, പിന്നെ വാവ്, പിന്നെ ഒരു ലാമ്. അതിൽ ഉദാഹരണം ഇക്വഹദ്ദ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ ഇഫ് അലയിലേക്ക് ചേർക്കപ്പെട്ടാണ്. ശരിക്കും ഇത്തുമ എന്നയും ഇക്വഹദ്ദൊക്കെ സുലാസിയാണ്. അതിൽ 3 അക്ഷരം മാത്രമേ അസ്ലിയ അക്ഷരങ്ങളുള്ളൂ, പിന്നെ 3 അക്ഷരവും സായിദിയാണ്. ഇക്ഷാറ പോലെയല്ല, ഇക്ഷാറയിൽ 4 അക്ഷരം അസ്ലിയാണ്, 2 അക്ഷരം മാത്രമേ സായിദിയുള്ളൂ. അപ്പോൾ സൊറഫാക്കുന്ന രൂപത്തിലോ മറ്റൊക്കെ ഈ ഇത്തുമന്നയും ഇക്വഹദ്ദയും ഒക്കെ ഇക്ഷാറയോട് സാദൃശ്യമായതുകൊണ്ട് അതിലേക്ക് എന്ത് ചെയ്തു, ചേർക്കപ്പെട്ടിട്ടാണ് എണ്ണ. ഇപ്പോൾ മൊത്തം എത്ര വസനിൽ ഇപ്പോൾ നമ്മൾ എണ്ണി? 41 നേരത്തെ എണ്ണിയിരുന്നത്, ഇപ്പോൾ 42ഉം 44 വസന എണ്ണിയിട്ടുണ്ട് അല്ലേ? ഏതവിടെ ഇങ്ങനെ ഒരുപാട് വസനുകൾ എന്നുണ്ട് നമ്മൾ അറബിയിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ സുലാത്തി ഉണ്ട്, റുബായി ഉണ്ട്, അത് തന്നെ അസ്ലിയാക്ഷരം മാത്രമുള്ളതും, പിന്നെ പുറമെ സായിദിയ അക്ഷരങ്ങളുള്ളതും, അതിൽ തന്നെ മുൽഹക്കായ വസനുകളുണ്ട്. അതുപോലെ തന്നെ മുത്തഫരി ആയിട്ട് വരുന്ന മറ്റുള്ള വസനുകളിൽ നിന്ന് പിരിഞ്ഞു വന്ന വസനുകൾ 3 എണ്ണം അങ്ങനെ പറഞ്ഞു. പിന്നെ മുത്തരിദുകളുണ്ട്, ഷാദുണ്ട്, ഇങ്ങനെ ധാരാളം വസനുകൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട അല്പം ചില ചോദ്യങ്ങൾ കൂടി